ശ്രീ നജീബ് കാന്തപുരം, ഇന്ന് വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഈഴവ സമുദായത്തിന് മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല, സ്കൂളോ കോളേജോ ഇല്ല. എന്നാൽ മറ്റ് സമുദായങ്ങൾക്ക് എത്രയുണ്ടെന്ന് അറിയാമോ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കണക്ക് പറയുകയാണ്. മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജുകൾ തന്നെ 11 എണ്ണമുണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ MESനുണ്ടെന്ന് താൻ അവകാശപ്പെടില്ല. MESനെ വെറുതെ വിട്ടിരിക്കുകയാണ്. MESനുണ്ടെന്ന് അവകാശപ്പെടില്ല. മുസ്ലിം ലീഗിലെ ചില സമുദായക്കാരുടെ കയ്യിലാണ്. ലീഗിലെ പ്രമുഖരായ നേതാക്കളാണ് അതിന്റെ ഉടമസ്ഥർ. സാധാരണക്കാർക്കോ MESനോ അല്ല, ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അപ്പോൾ ലീഗിനെയാണ് നേരിട്ട് ആക്രമിക്കുന്നത്. ഇന്നലെ മുസ്ലിം സമുദായത്തെ ഒന്നാകെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണം ഇന്ന് അദ്ദേഹം അത് ലീഗിലേക്ക് തിരിച്ചുവിടുന്നു. എന്താണ് മറുപടി? സ്മൃതി, ഞാന് ആദ്യമായിട്ട് സോറി പറയാണ്. ഞാൻ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് സ്റ്റുഡിയോയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇതിലെ ഏറ്റവും വലിയ അസംബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു വാക്കിൽ പോലും സത്യസന്ധത ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാം. ഈ മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോളേജുകൾ നിങ്ങൾ എടുക്ക്. ആ കോളേജുകളിൽ എത്ര ലീഗ് നേതാക്കന്മാരാണ് അതിന്റെ തലപ്പത്തുള്ളത് എന്ന് എടുക്ക്. രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹം പറയുന്നത് ലീഗിലെ സമ്പന്നരുടെ കയ്യിലാണ്. ഞാൻ നിങ്ങളോട് മലപ്പുറത്തെ പ്രധാനപ്പെട്ട കുറച്ച് കോളേജുകളുടെ പേര് പറയാം. ഒന്നാമത്തെ കോളേജ് നമ്മുടെ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള കോളേജുകളിൽ ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരൂരങ്ങാടി കോളേജ്. തിരൂരങ്ങാടി കോളേജ് ഒരു യത്തീംഖാനയുടെ കീഴിലുള്ള കോളേജാണ്. മറ്റൊരു കോളേജ് EMEA കോളേജാണ്. അത് നടത്തുന്നത് ഒരു സൊസൈറ്റിയുടെ കീഴിലാണ്. ബാലത്തിൽ ബാപ്പു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അതിന്റെ മാനേജറായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അമൽ കോളേജ് ഉണ്ട്. അമൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെള്ളാപ്പള്ളി വിചാരിക്കുന്നത് അത് PV അബ്ദുൽ വഹാബിന്റെ ഒരു സ്വകാര്യ സ്വത്താണെന്നാണ്. PV അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം ഡൊണേഷൻ കൊടുത്തുകൊണ്ട് ഒരു ഓർഫനേജിന്റെ സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി നിൽക്കുകയാണ് അമൽ കോളേജ്. അതുപോലെ നിരവധിയായ കോളേജുകളുടെ എണ്ണം നമുക്ക് എടുക്കാം. നമുക്ക് ഈ കോളേജുകളിൽ അറബിക് കോളേജ് ആവട്ടെ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളാകട്ടെ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് കമ്മിറ്റികളാണ്. എന്നാൽ SNDP കോളേജുകളുടെ സ്ഥിതി എന്താണ്? ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം ചർച്ചകൾ വരുന്നത് വളരെ ഗുണകരമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ആളുകൾ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടാനും ചില വസ്തുതകളെ നമുക്ക് കൃത്യമായി അവതരിപ്പിക്കാനും കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശന്റെ ഒരേ വീട്ടിൽ തന്നെ 2 പേർ 2 വിരുദ്ധ പാർട്ടികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ CPM-നെ പ്രീതിപ്പെടുത്തുന്നു, മകൻ BJP-യെ പ്രീതിപ്പെടുത്തുന്നു. 2 പേർക്കും ആവശ്യമുള്ള ഒരേ ഒരു കാര്യമാണ്, സെൻട്രൽ അന്വേഷണവും പറ്റില്ല, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണവും പറ്റില്ല. ഞാൻ ഇവിടെ ഒരു കാര്യം മാത്രം ചോദിക്കാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ മാലിന്യങ്ങളെ കേരളം തിരസ്കരിക്കാൻ തയ്യാറാവാത്ത കാലത്തോളം നമ്മുടെ ജനാധിപത്യവും നമ്മുടെ സാമൂഹ്യ ജീവിതവും വളരെ വളരെ മോശമായിട്ടാണ് പോവുക. ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ സ്മൃതി, കഴിഞ്ഞ 2020 ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോളജ് ഇക്കോണമിയെ കുറിച്ചുള്ള സംസാരമാണ്. കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിന് ഇനി അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി നോളജ് ഇക്കോണമിയിലേക്ക് പോവുക എന്നുള്ളതാണ്. നോളജ് ഇക്കോണമി എന്ന് പറയുന്ന സർക്കാരിന്റെ ഒരു ആശയം വിജയിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ വൈജ്ഞാനിക വിതരണത്തിന് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രതലമുണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മലപ്പുറം ജില്ലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കാം, ശരാശരി കഴിഞ്ഞ വർഷം 60,000 കുട്ടികളാണ് +2 പാസ്സായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, +2 CBSE VHSE എല്ലാം കൂടെ കൂട്ടിയിട്ട് 60,000 കുട്ടികൾ പാസ്സായി. എന്നാൽ മലപ്പുറം ജില്ലയിൽ ആകെ 6,392 സീറ്റുകൾ മാത്രമാണ് ഉപരിപഠനത്തിന് വേണ്ടി ആകെയുള്ള സീറ്റുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1000 കുട്ടികൾക്ക് 110 സീറ്റുകൾ മാത്രമാണുള്ളത്. എന്ന് പറഞ്ഞാൽ 900 കുട്ടികളും പുറത്തു നിൽക്കുന്ന ഒരു ജില്ലയെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ പറയുന്നത്. വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമുക്കൊരു നോളജ് ഇക്കോണമിയെ കുറിച്ച് ഒരു സംസ്ഥാനം ആലോചിക്കുമ്പോൾ മലപ്പുറത്ത് കൂടുതൽ കോളേജുകൾ വരട്ടെ,
ഞാൻ പെരിന്തൽമണ്ണ MLA ആണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ SNDPക്ക് ഒരു കോളേജ് ഉണ്ട്. ഞാൻ വെള്ളാപ്പള്ളിയോട് പറയുന്നത്, നിങ്ങൾ ദയവായി ആ കോളേജ് ഒന്ന് നന്നാക്കാൻ ശ്രമിക്കും. അല്ലല്ല, അതിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് ശ്രീ നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയിലെ അൺഎയ്ഡഡ് കോളേജ് ഒന്ന് എയ്ഡഡ് ആക്കി തരൂ എന്ന് അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. 9 വർഷക്കാലവും അപ്പൊ ചോദിക്കാൻ പറ്റിയില്ല. അല്ല അത് പറ്റിയില്ല. 9 വർഷം മുമ്പ് മാത്രമേ പരാതിയുള്ളൂ. ഈ 9 വർഷത്തിനിടയിൽ പരാതിയില്ല. ഇത് എന്തൊരു തമാശയാണ് സ്മൃതി. ഞാൻ പറയുന്നത് ഈ 9 വർഷക്കാലവും ഇടതുപക്ഷത്തിന്റെ ആളാണ് താനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ സർക്കസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 9 വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിലെ SNDP കോളേജ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല? ഞാൻ ഒന്നുകൂടി പറയാണ്. ഇനി വെള്ളാപ്പള്ളി നടേശന് മലപ്പുറം ജില്ലയിൽ എവിടെയാണോ താല്പര്യം അവിടെ അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ മുന്നിൽ നിൽക്കാം. SNDP കൂടി കുറച്ച് കോളേജുകൾ കൊണ്ടുവരട്ടെ. മലപ്പുറത്ത് SNDP കോളേജ് കൊണ്ടുവന്നാലും NSS കോളേജ് കൊണ്ടുവന്നാലും മുസ്ലിം സംഘടനകൾ കോളേജുകൾ കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും 60,000 കുട്ടികൾ ജയിക്കുന്ന ഒരു ജില്ലയിൽ ഇപ്പോഴും ഡിസ്പാരിറ്റി അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്യാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത്, ഒരുപക്ഷെ മുസ്ലിം ലീഗ് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ശരിയാണ്, ഞങ്ങളൊരു സാമുദായിക പാർട്ടിയാണ്. ആർക്കാണ് സംശയം? മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. ഞങ്ങൾക്കത് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല. കാരണം വർഗീയതയും സാമുദായികതയും രണ്ടാണ്. ഒരു സമൂഹം മറ്റൊരു സമൂഹത്തിനോടൊപ്പം വളരാത്തിടത്തോളം കാലം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഞങ്ങൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾ, ഒരു ഒറ്റ മിനിറ്റ് കൂടി സ്മൃതി, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹം വളരെ പരിതാപകരമായ സാഹചര്യത്തിലൂടെ കടന്നു വന്ന ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി വളരണം. ആ സൊസൈറ്റി വളരുന്നതോടൊപ്പം ഈഴവ കമ്മ്യൂണിറ്റി വളരണം, ഇവിടുത്തെ പിന്നോക്കക്കാർ വളരണം, ഇവിടുത്തെ SC വളരണം, പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾ വളരണം. അങ്ങനെ എല്ലാവരും കൂടി വളരുന്ന ഒരു രാഷ്ട്ര സങ്കല്പമല്ലേ നമുക്കൊക്കെ വേണ്ടത്? ഇത് വർഗീയതയാണ്. ഇപ്പോ വെള്ളാപ്പള്ളി കളിക്കുന്ന കളി BJPക്കും CPMനും വേണ്ടി ഒരേ സമയത്ത് ഒരേ വീട്ടിൽ നിന്ന് സ്ട്രാറ്റജി ഉണ്ടാക്കുക. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.